ഹലോ ഗൈസ്, ഞാൻ എന്നുള്ളത് ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിലാട്ടാ. ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരാൾ എത്തിയാൽ ഏറ്റവും ഫസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമാട്ടോ ചർച്ച് സ്ട്രീറ്റ്. ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ചർച്ച് സ്ട്രീറ്റ് പോയില്ലെങ്കിൽ ബാംഗ്ലൂർ ലൈഫ് പകുതിയായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി പകുതി പോകാൻ വേണ്ടിയാണ് ഞാൻ ചർച്ച് സ്ട്രീറ്റിക്ക് വീഡിയോ ഒക്കെ ആയിട്ട് പോയത്. ശരിക്കും ഞാനും എൻ്റെ ചെങ്ങായി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ചെങ്ങായി കുറച്ച് നേരം കഴിയും വരാനെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിന് എന്താ വെച്ചാൽ ചർച്ച് സ്ട്രീറ്റിക്ക് എത്താൻ ബൈക്കുമ്മൽ പോകാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് വിചാരിച്ചിന്. പക്ഷെ അവിടെ എത്തിൻ്റെ ശേഷമാണ് മനസ്സിലായത് ഈ ചർച്ച് സ്ട്രീറ്റ് കിടക്കുന്നത് MG റോഡാണ്. MG റോഡ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി റോഡ്. ഞാൻ അവിടെ എത്തിൻ്റെ ശേഷം അതൊക്കെ അറിയണത് മഹാത്മാഗാന്ധിയാണ് അതിൻ്റെ ഫുൾ ഫോം എന്നൊക്കെ. നമ്മൾ സാധാ പറയണ പോലെ MG റോഡ് എന്ന് പറയുന്നല്ലാതെ. പിന്നെ ഇനി ബൈക്കൊന്നും ഇല്ലാതെ ദരിദ്രവാസികളാണ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രിപ്പ് വന്ന ആൾക്കാരാണ് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് മെട്രോ വിളിച്ചാൽ മതി. മെട്രോയിലാകുമ്പോൾ നല്ല സുഖം. MG റോഡ് ഇറങ്ങുക, നേരെ പുറത്ത് തന്നെ ചർച്ച് സ്ട്രീറ്റ് ആട്ടോ. ചർച്ച് സ്ട്രീറ്റ് എന്തിനാ ആൾക്കാർ വരുന്നത് വെച്ചാൽ ഇവിടെ ഭയങ്കര ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പർച്ചേസിങ് നടക്കുന്ന സ്ഥലമാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഡ്രസ്സ്, വാച്ച്, വള, അത് ഇത് ബാഗ്, എല്ലാ സംഭവങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവരും പർച്ചേസിങ്ങിനാണ് വരിക. പക്ഷെ ഇന്നെ പോലത്തെ ദരിദ്രവാസികളൊക്കെ വരുന്നത് ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ മാത്രം എത്രമായിട്ടുണ്ട്. നല്ലൊരു വൈബ് അതിൽ കൂടെ നടക്കാൻ. കാരണം ബാംഗ്ലൂരിൻ്റെ ബ്യൂട്ടി, അതേപോലെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ ഡ്രസ്സിങ് സെൻസ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആൾക്കാർ, യൂറോപ്യൻസ്, അങ്ങനത്തെ ബാംഗ്ലൂർ വരുന്ന എല്ലാത്തരം വലിയ വലിയ പാർട്ടീസൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് വരുന്ന ഒരു സ്പേസാണ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ തെരുവിൽ കാണുന്ന ഓരോ ഫുഡൊന്നും വാങ്ങി തിന്നാൻ നിൽക്കണ്ട കേട്ടോ. ഒരു ചായക്ക് 350 റുപ്യൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ ഇതിന് 10 റുപ്യുള്ളൂ, ഇവിടെ 350 ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പം ലുലുമാളിൽ നിന്ന് ഞാൻ നാളെ ഒരു ദിവസം ഒരു കോഫി കുടിച്ചപ്പോൾ എത്ര 200 റുപ്യായി. അപ്പോൾ ഞാൻ കണ്ണിന്ന് വെള്ളം വന്നു. ആകെ കരച്ചിലൊക്കെ വന്നിട്ട് കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയില്ലേനും. അതേമാതിരി ഏരിയയാണ് ഇത്, പക്ക പ്രീമിയം ഏരിയയാണ്. പക്ഷെ എൻ്റെ സംശയമായില്ല, ഇവിടെ ഞാൻ വന്ന അപ്പം തന്നെ കണ്ടുകണ്ട നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു പിച്ചക്കാരി അമ്മ ഉണ്ട് അവിടെ ഇരിക്കണേ. ഇത്ര പ്രീമിയം സ്ഥലത്തും പിച്ചക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കണല്ലേ. എനിക്ക് തോന്നണത് ചിലപ്പോൾ ആ അമ്മ അവിടെ പിച്ചക്ക് ഇരിക്കണ ചിലപ്പോൾ ഓരോ ദിവസം വാടക കൊടുത്തിട്ടുണ്ടോ 1000 റുപ്യ, എന്നിട്ട് 10-20 ഒന്നിട്ടാ വാങ്ങുന്നില്ല. 100, 200, 500 ഇട്ടാലാവും വാങ്ങുക. അത്രക്കും ഭയങ്കര സ്റ്റാൻഡേർഡ് ഏരിയ ആവും. ഫസ്റ്റ് എനിക്ക് പറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ കേരളത്തിലെ പെണ്ണുങ്ങളെ മാത്രം കണ്ടാണ്ട് വരുന്ന മലയാളീസ് ഇല്ലേ, ഓരോക്കെ ചർച്ച് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കേരളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളെയും പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഗേൾസിനെ അത്രക്കും ഭയങ്കര ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കേരളത്തിനെക്കാട്ടി എത്രയോ മെച്ചം. നമ്മൾ ഇവിടുത്തെ ഇനി കണ്ടാണ്ട് നമ്മൾ കേരളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ അതിലിപ്പോൾ നമ്മളല്ലിപ്പോൾ നല്ല അഫെയറിലൊക്കെ ഔട്ടാ. അപ്പോൾ ബാംഗ്ലൂരത്തെ ഗേൾസിന് സംഭവമൊക്കെ കണ്ടതിൻ്റെ ശേഷം പിന്നെ നമ്മളെ നാട്ടിൽ പോകുമ്പോൾ ഇതിനൊക്കെ എടുത്ത് കെൻഡിലിടാൻ തോന്നുന്നതൊക്കെ തോന്നും നമുക്ക്. എനിക്ക് ഫീൽ ചെയ്തിന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ചർച്ച് സ്ട്രീറ്റിൽ വന്ന് വിചാരിച്ച് ഓവർ ഇമോഷണൽ ഡാമേജ് ഒന്നും വരില്ല കേട്ടോ. കാരണം ഇവിടെ കപ്പിൾസ് അല്ല കൂടുതൽ, ഫ്രണ്ട്സാണ് കൂടുതൽ വരുന്ന സ്ഥലം. കൊറമംഗലം ആയിരിയല്ല. കൊറമംഗലം ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാരണം പബ്ബ് ഏരിയകളാണ്. പക്ഷെ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ, കപ്പിൾസ് ഉണ്ട് പക്ഷെ കൂടുതലും ഫ്രണ്ട്സ്. കുറേ മലയാളീസിൻ്റെ മോനെ എവിടെ കണ്ടാലും മലയാളി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോണ്ടാവും ബാക്ക്, എടാ അത് ഫോട്ടോ എടുക്കടാ എന്നിട്ട് വീഡിയോൻ്റെ ഇടയ്ക്ക് യൂട്യൂബർ അല്ലേ അങ്ങനെ ഓരോന്ന് മലയാളീസ് കുറേ ഉണ്ട് കേട്ടോ. അത് ബാംഗ്ലൂർ മലയാളീസ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിലക്ക് വാങ്ങുന്നൊക്കെ തോന്നണത്. എവിടെ പോയാലും മലയാളി. അല്ലെങ്കിൽ ഈ മലയാളീസിനെ കുറിച്ച് നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ ഈ കേരളം എന്നുള്ളത് ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമാണേനോ ആകെ ഒരു മലയാളം എന്നുള്ള ഭാഷ അതിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രം. ബാക്കി ഫുള്ള് ഇന്ത്യ ഫുള്ള് ഹിന്ദി അങ്ങനത്തെ സംഭവങ്ങളല്ല. എന്നിട്ടും ഈ മലയാളീസ് എന്താണ് ആഫ്രിക്ക, മറ്റേ എവിടെ പോയാലും, വെസ്റ്റ് ഇൻഡീസ് പോയാലും, ഇംഗ്ലണ്ട് പോയാലും, മറ്റേ ശ്രീലങ്കയിൽ പോയാലും എല്ലായിടത്തും ഉണ്ടാവും ഈ മലയാളീസ്. കാരണം നമ്മൾ മലയാളീസിന് എന്തോ പ്രത്യേകത ഉണ്ട്. എവിടെ പോയാലും ആകെ ഒരു ചെറിയ ചീരാമുളകിൻ്റെ ഒക്കെ മാതിരി ആകെ കുറച്ചേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും ഉണ്ടാവും. അവിടെ ഹോട്ടല്, ഇവിടെ ബിസിനസ്, റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് മലയാളി ബുദ്ധി ഇട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഹിന്ദിക്കാർ കുറച്ചൊക്കെ കഴിച്ചിട്ടാവും. നിങ്ങൾക്ക് ഈ ബുദ്ധി ഇല്ലായിട്ടാണ് ഇത്ര കാലം നമ്മളെ നാട്ടിൽ വന്നുകൊണ്ട് കണ്ട വാർപ്പിൻ്റെ പണിയും റോഡിൻ്റെ പണിയൊക്കെ എടുത്ത് നടക്കണത്. പോരാത്തിന് മലയാളി ഒക്കെയാണെങ്കിൽ ദുബായിക്കാണ്ട് പോണ് പൈസ 70,000 80,000. ഇതിൻ്റെ മേലെ കണ്ടങ്ങൾ LED ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ഫസ്റ്റ് തന്നെ ഒരു കോഴിക്കോട്ടുകാരനാകുമ്പോൾ ഫസ്റ്റ് തന്നെ ഓർമ്മ വരില്ല നമ്മളെ മുട്ടായിത്തെരുവാണ്. മുട്ടായിത്തെരുവിൽ ഇതേമാതിരില്ല, മേലെ കൂടെ LED ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടാണ്. അതുകൊണ്ട് നല്ല അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല എന്താണ് നമ്മളെ ഫേസ് കാണിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ക്ലിയർ ഇട്ടുണ്ട് കേട്ടോ ഈ LED ബൾബ് മേലെ ഇങ്ങനെ വെക്കുമ്പോൾ. വൈകുന്നേരം ഒരു 7 മണി ടൈമിലാണ് ഇവിടെ ഇത്രയൊക്കെ നല്ല സെറ്റായിട്ട് ഓണായി കിടക്കട്ടെ. പിന്നെ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ലൈറ്റൊക്കെ ഓഫായി കടകളൊക്കെ പൂട്ടി ഇങ്ങനെ പോകട്ടെ. ആ ടൈമിൽ ഇവിടെ
വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാഴ്ച കാണാം. ഈ ഗേൾസ് ഒക്കെ ഈ പബ്ബിൽ പോയിട്ട് നല്ല വെള്ളം അടിച്ച് പിണ്ടിയായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ മറിഞ്ഞ് ഛർദ്ദിച്ച്. നമ്മൾ സാധാരണ റീൽസിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോസിലും ഒക്കെ കാണല് കൂടുതലായിട്ടും ആണുങ്ങളാണ്. കുറേ തന്താര് അല്ലെങ്കിൽ ചെക്കന്മാർ വെള്ളം അടിച്ചിട്ട് ആകെ കിളി പോയിട്ട് അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന്. ഇവിടെ കൂടുതലും കാണല് പെണ്ണുങ്ങളാണ് ഈ വെള്ളം അടിച്ചാണ്ട് തലയൊക്കെ കറങ്ങി അവിടെ നിന്നിട്ടുണ്ടാവും ഇങ്ങനെ സിഗരറ്റും തൊള്ളയിൽ വെച്ചാണ്ട് ഇങ്ങനെ ഭയങ്കര രസമൊക്കെ കാണാൻ. രാത്രി ഒരു 12 മണി 1 മണി വരെ ഇവിടെ നിന്ന് നോക്കിയാൽ മതി, അപ്പോൾ ആ കാഴ്ച കാണാം. അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകത അങ്ങനെയാണല്ലോ, ബാക്കിയുള്ളവരത് ഇതേമാതിരി കാണുമ്പോൾ ഭയങ്കര വൈബാണ്. നമ്മളത് വേണ്ട, നമ്മളത് അങ്ങനെ ആകുമ്പോൾ പേടി, പെരക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പേടി ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ളവർ ഇങ്ങനെ ഇതേമാതിരി ബോധമില്ലാതെ നടക്കണത്, അതേമാതിരി ഓരോരുത്തരെ ഈ നമ്മൾ ഈ വാർപ്പിൻ്റെ പണിക്ക് സിമെൻ്റൊക്കെ കോരൂലേ, അതേമാതിരി ഇങ്ങനെ ഛർദ്ദിച്ച് അതിൽ കിടന്ന് മറിഞ്ഞ് ഉമ്മച്ച് അങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അറ്റിങ്ങളെ പിടിച്ചാണ്ട് ഏതെങ്കിലും ഓട്ടോറിക്ഷയൊക്കെ കണ്ട് ഇടുന്ന ഇതൊക്കെ വാരി ഇടുന്ന മാതിരി അങ്ങനെ 3-4 ഇപ്പോൾ ഒരു ആണൊക്കെ അവിടെയാണ് ആണുങ്ങളെ പവർ. ആണുങ്ങൾ എത്ര ഇതുണ്ടെങ്കിലും ആ സ്റ്റാമിനയിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇറ്റിങ്ങളൊക്കെ കൈക്കിട്ടാണ് കൊണ്ടുപോകണതാണ്. ഞാൻ ഇപ്പോൾ നടക്കണത് ഈ ചർച്ച് സ്ട്രീറ്റിൻ്റെ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കാട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ ഓരോരോ ലെയർ റോഡുകൾ ഉണ്ട് കേട്ടോ. അവിടെ നമ്മളെ ഈ കോഴിക്കോടുള്ള മാതിരി തന്നെ മുട്ടായിത്തെരുവുള്ളവർ ബനിയൻ ഇട്ട് വെക്കണ 100 റുപ്യക്ക് ഒരു ബനിയൻ, 200 റുപ്യക്ക് അത്, പിന്നെ പെണ്ണുങ്ങളെ ടോപ്പ്, കോട്ട്, ജാക്കറ്റ്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല പർച്ചേസിങ്ങിനൊക്കെ വരാൻ പറ്റിയ നല്ല കിഡിലെ ഏരിയയാണ്. കാരണം നല്ല സ്റ്റാൻഡേർഡ് ബനിയന് നമ്മളല്ലേ ഇപ്പോൾ ഓരോ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ട ബനിയന് പെട്ടെന്ന് നമ്മളെ നേരാണ് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാകും, അതേ ഒരു ഫീൽ ഇട്ടിട്ടാ. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മുതലാവും. കാരണം അത്രക്കും കളക്ഷൻസ് ഉള്ള ഏരിയയാണ്. ഞാൻ ഫസ്റ്റ് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ചായ കുടിച്ചാൽ 350 റുപ്യ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കുടിക്കാൻ കയ്യിലില്ല വിചാരിച്ചൊക്കെയുണ്ട. പിന്നെ ഉണ്ട് അതിൻ്റെ സൈഡിക്കൊക്കെ കയറിപ്പോണ്ട് പാനിപ്പൂരി, പഴംപൊരി, ഉള്ളിവട, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ പോരാത്തിന് മലയാളീസിന് അവിടെ സെൻറ്ററിൽ തന്നെ ഒരു ലെയർ തന്നെ ഉണ്ട് മലയാളികളെ ഫുഡ്, മലയാളികൾക്ക് പറ്റിയ റോൾസ് കാര്യങ്ങൾ എല്ലാ സംഭവം ഉണ്ട്. മലയാളികളല്ലെങ്കിൽ ഈ ബാംഗ്ലൂർക്ക് ഭയങ്കര ബഹുമാനം. കാരണം ഇവിടെ ഇഷ്ടമായിരുന്നു. ബാംഗ്ലൂർ ഇപ്പോൾ ഒരു 100% ആൾക്കാരിൽ ഒരു 50% മലയാളീസ് ഉണ്ടെന്ന് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം എവിടെ പോയാലും ഉണ്ടാവും മലയാളി. ചർച്ച് സ്ട്രീറ്റാണ് ഈ കണ്ണാപ്പികൾ, അണ്ണാച്ചികൾ, ഈ പുള്ളിങ്കോൾ, അങ്ങനത്തെ ഓരോ ഊള ഡ്രസ്സ് ഇട്ടാണ്ട് വരുന്ന ടീമില്ലേ, അങ്ങനത്തെ പോലെ ഒന്നും ഇല്ലാത്ത സ്ഥലമാട്ടോ ചർച്ച് സ്ട്രീറ്റ്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നോക്കി ചർച്ച് സ്ട്രീറ്റിൽ കൂടെ ഒന്ന് ഇങ്ങനെ കണ്ണടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒക്കെ നല്ല പക്ക പ്രീമിയം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരാണ്. ഞാനുണ്ട് ചങ്ങായിമാർ ഇടയ്ക്കിടയ്ക്ക് ചർച്ച് സ്ട്രീറ്റ് പോകലുണ്ട്. കാരണം ചർച്ച് സ്ട്രീറ്റിൽ എന്തിനാ പോകണമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കണ്ണ് പൂട്ടെടുത്ത് കണ്ണ് തുറന്നാണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്നിട്ട് ആ തലക്കന്ന് ഈ തലക്കന്ന് ഉള്ളോട്ടൊക്കെ ഇങ്ങനെ നടന്നിട്ട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ വാങ്ങിയ മാതിരി ഒരു ഫീലാണ്. ചിലവരും കണ്ട് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വരും കേട്ടോ. നല്ല കിഡിലൻ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാനായിട്ട് തന്നെ ചിലവർ വരും. പക്ഷേ നമ്മളെന്താ സാധാ പൈലറ്റ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഫസ്റ്റത്തെ ഫ്ലോറിലൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കും, പിന്നെ 2ാമത്തെ ഫ്ലോറൊന്നും ഇങ്ങനെ നടക്കും, പിന്നെ 3ാമത്തെ ഫ്ലോറൊന്നും ഇങ്ങനെ നടക്കും, പിന്നെ അവിടുന്ന് മേലെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ തിന്നു, പിന്നെ അടിക്കാൻ അങ്ങനെ വരും. അതേമാതിരി ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ്. ഓരോരുത്തർ വർത്താനം പറഞ്ഞ് ചെറുക്കിന് കപ്പിൾസൊക്കെ പോണ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളായിട്ട്. ഒറ്റയ്ക്ക് പോയത് ഒറ്റയ്ക്ക് പോയാൽ നല്ല ടെൻഷൻ വരും. കാരണം എല്ലാ ചെങ്ങായിമാരൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോകണാണുമ്പോളേ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുണ്ട് കടലൊക്കെ വെക്കുന്നുണ്ടോ ആൾക്കാർ. ഞാൻ കടലൊക്കെ തിന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മറ്റേ കപ്പലണ്ടി ഇല്ലേ, ആ സംഭവമൊക്കെ ഇതിൻ്റെ ഇടയിലേ ഞാൻ കപ്പലണ്ടി വാങ്ങിയപ്പോഴേ അയാൾ എന്നോട് ചോദിച്ചു യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ കിട്ടലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒക്കെ കിട്ടാനായിന് ഏകദേശം, ചിലപ്പോൾ കിട്ടും, ഇവിടെ അടുത്തൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പര് യൂട്യൂബ് ചാനൽ എന്നോ തുടങ്ങിയാണ്. എന്നിട്ട് എന്നും വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടലുണ്ട്, ഷോർട്സ് ഇടലുണ്ട്. എന്നിട്ട് എനിക്ക് റീച്ച് ഇട്ടില്ല പറഞ്ഞിട്ടാ. അപ്പം ഞാൻ മൂപ്പര് ഏതാ വീഡിയോ എന്ന് നോക്കിയിട്ടാ. മൂപ്പര് എങ്ങനത്തെ വീഡിയോ ഇടച്ചു വെച്ചാൽ മൂപ്പര് ഈ നടക്കണത് നല്ല BGM ഒക്കെ കയറ്റിയിട്ട്, പിന്നെ അതേമാതിരി മൂപ്പര് തെങ്ങുമ്മ കയറുമ്പോൾ അങ്ങനെ BGM ഒക്കെ കയറ്റി കയറുക. അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞേ നിങ്ങൾ വല്ല അല്ലു അർജുനും വിജയൊന്നും ഇല്ലല്ലോ, ഓലൊക്കെ ഇപ്പോൾ BGM കയറിയിട്ട് തന്നെ നമ്മളെ ഇപ്പോൾ ഗോട്ട് പടം ഇറങ്ങിന് അതൊക്കെ പൊട്ടാനായിരുന്നു. വിജയ് BGM കയറ്റിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു മൊരടൻ ഒന്നും ഒരു ഇതും ഇല്ലാതെ ഒരു കടലയ്ക്കും വിട്ടിറക്കണം നിങ്ങൾ BGM ഒക്കെ കയറ്റിയാണ് ഇട്ട് ആർക്കെങ്കിലും കാണാം, ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള ഇടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. മൂപ്പര് നല്ല ഏജുള്ള ആളാട്ടാ. മൂപ്പര് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇടണല്ലേ. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും,
നിങ്ങളെന്നും ന്യൂസൊക്കെ കേട്ടിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞാണ്ട് ഇട്ടോളി. നല്ല റീച്ചാണ്. പൈസ അങ്ങനെ വന്നിട്ട് നിങ്ങൾ കടലൻ്റെ ഇതൊക്കെ എടുത്താണ്ട് ഒരൊറ്റ ഏറിയാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ ഇവിടെ ഒട്ടുമിക്ക ഹോട്ടലുകൾ ഷവർമ അങ്ങനത്തെ ഹോട്ടലിലൊക്കെ മലയാളികൾ സ്വന്തമായിട്ടാ. എന്താ അറിയില്ല ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ഷോപ്പ് ഇടും. ഇവിടെയൊക്കെ എന്തായാലും ഷോപ്പിൻ്റെ റെൻ്റൊക്കെ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇനി അതിൽ കൂടുതലൊന്നും അറിയില്ല. ഇത് പക്ക പ്രീമിയം ഏരിയ ആയതുകൊണ്ട് എന്തായാലും ഉണ്ട്. അത്രക്കും റെന്റ് കൂട്ടുന്നോണ്ടാണ് ഇവിടെയുള്ള ഓരോ സാധനത്തിനും ഇത്ര വില. ഇനിയിപ്പോൾ ആ മറ്റേ ബനിയന് പാൻറ് 100 റുപ്യേൻ്റെ അത് വെക്കണവർക്കൊന്നും റെന്റ് ഉണ്ടാവില്ല കേട്ടാ. അതുകൊണ്ടാണ് ഓല് ഇത്ര വില കുറച്ച് വെക്കണത്. സിമ്പിൾ. അതൊക്കെ ആലോചിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇനി രാത്രി കുറച്ചൊക്കെ 1 മണി 2 മണി ആയിട്ടുണ്ടെങ്കിൽ ഈ ഗേൾസ് വെള്ളം അടിച്ചിട്ട് തീരെ പവർ ഇല്ലാത്തതുകൊണ്ട്, ആണുങ്ങൾ അത്ര പവർ ഇല്ലാത്തതുകൊണ്ട് ആകെ റോട്ടുമലൊക്കെ കിടന്ന് ഒയ്യുന്നു. അത് ഞാൻ നാളെ ചെങ്ങായിമാരൊരു ദിവസം ബാംഗ്ലൂർക്ക് എന്നെ കാണാൻ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ചർച്ച് സ്ട്രീറ്റിലൊക്കെ പോയി. അന്ന് ഒരു 1 മണിക്ക് കണ്ട സീനാട്ടാ. അപ്പോൾ അന്നത്തെ ആ സീൻ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളെന്താ ആലോചിക്കുക, ഇനി ഒരു 1 മണി 2 മണി 3 മണി വരെ നിന്നാൽ ഇതേമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും. കാരണം ഇതിങ്ങനെ റിയലി കണ്ട് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഓരോരുത്തർ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കാഴ്ചക്കൊക്കെ വയസ്സന്മാർ കുടിച്ച് അവിടെയും ഇവിടെയും ഒക്കെ എടുക്കണമല്ലോ. പക്ഷേ ഇതിങ്ങനെ ഓരോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പക്ക കോടീശ്വരന്മാരായ ഗേൾസൊക്കെ വന്നാണ്ട് അവിടെ കിടന്നാണ്ട് ഇങ്ങനെ റോട്ടുമ്മ കിടന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ ചിറിയില്ല. അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മണി 4 മണി വരെ ചർച്ച് സ്ട്രീറ്റിൽ നിൽക്കാൻ വിചാരിച്ചു. പിന്നെ ഏകദേശം ഒരു 10-11 മണി വരെയൊക്കെ നല്ല തിക്കേനിട്ട് ആൾക്കാർ ഒന്നും കൂടി. പിന്നെ ഒരു 12 മണി 1 മണി 2 മണി ആയപ്പോൾ ആൾക്കാർ പറ്റ കുറഞ്ഞിട്ടാ. പിന്നെ ആകെ ഉള്ളത് കുറച്ച് കപ്പിൾസ്, കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ഗേൾസിന്റെ കുറച്ച് കൂട്ടം, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രമായി. അപ്പോഴാണ് ഞാൻ അവിടുന്ന് കണ്ടത് ഒരു വലിയൊരു ഡാൻസിങ് പബ് ഉണ്ട് ചർച്ച് സ്ട്രീറ്റിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓലെല്ലാവരും കൂടി കുറച്ചൊരു 10 ഗേൾസും ഒരു 10 ബോയ്സ് 15 ബോയ്സ് ഉണ്ടാവും. ഓലെല്ലാവരും കൂടി പക്ക ഓരോ മുഴുവൻ നല്ലോണം ഡ്രിങ്ക് ചെയ്തിട്ട് ആകെ പിടുത്തം വിട്ടണ്. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ റോട്ടുമൽ കിടന്ന് നേരങ്ങ. അതും നമ്മളെ പോലത്തെ ഈ അണ്ണാച്ചികളെ പോലത്തെ ചീഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. നല്ല കിഡിലെ പക്ക പ്രീമിയം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ബോധമില്ലാതെ ഓരോരുത്തർ അവിടെ വീണ്, ഓരോരുത്തർ കിടന്ന് ഒയണ്. ഇതൊക്കെ പാടെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുക, അല്ല ഇതൊന്നും ഇപ്പോൾ ആരും കാണൂലേ. എനിക്ക് തോന്നണത് നമ്മളെ കേരളം ഒന്നല്ല കേട്ടോ, കേരളത്തിലുള്ള സ്റ്റേറ്റ് ഒന്നുമല്ല, വേറെ ഏതൊക്കെ ഉള്ള സ്റ്റേറ്റാണ്. എന്നാലും ഇതിപ്പോൾ ആൾക്കാരും നോക്കിക്കണില്ല. നമ്മളെ കേരളത്തിലൊക്കെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്പോത്തിന് വീഡിയോ എടുക്കണ്, മീഡിയ വണ്ണ്, വാപ്പനെ വിളിക്കണ്, ഉമ്മനെ വിളിക്കണ്, കേസ് പോലീസായിട്ട് ആകെ ബാഡാണ്. അവിടെ പോലീസുകാർ അവിടെ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് ഓല് ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല് വരെ പോകും. ഇവരിങ്ങോട്ട് കിടന്ന് നിരങ്ങിയിട്ട് എന്നിട്ട് ഓരോരുത്തർ വലിയ നല്ല ലക്ഷറി കാറിലാട്ടോ ഇവർ വന്നത്. എന്നിട്ട് ഓരോരുത്തരെടുത്തിട്ട് കാർക്ക് ഇടണേ. എന്നിട്ട് ഒരാൾ ഛർദ്ദിച്ച് അയിമ കിടന്ന് ആകെ ഭയങ്കര സീൻ. ഇത് ഞാനൊരു മലയാളി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ പരിപാടി ഉണ്ടാകുമ്പോൾ ഒന്നായിട്ട് കൂടുതൽ. ഇപ്പോൾ നാട്ടിലൊരു KSRTC ഒക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ KSRTC ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ KSRTCക്കും പിന്നെ അതേമാതിരി ഇടിച്ചാക്കും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നാട്ടുകാർക്കോ ഭയങ്കര പ്രശ്നം. നിങ്ങളെങ്ങനെ അങ്ങനെ പോയാൽ നമ്മൾ കുറേ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേമാതിരി നമ്മളെ കേരളത്തിൽ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മലയാളിയായ ഒരു പയ്യൻ അങ്ങനത്തെ മൈൻഡാണ് വരിക. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഒരാളെ ഇപ്പോൾ വീഡിയോ യൂട്യൂബിൽ ഇത്ര വലിയ റീച്ച് കിട്ടാൻ വേണ്ടി തംബ്നെയിൽ ഇട്ടാൻ വേണ്ടി ഓല ഫേസൊക്കെ എടുത്ത് മറ്റേ ബാംഗ്ലൂർ യുവതികൾ കിടന്ന് ഒയ്യുന്നു എന്ന് പറഞ്ഞാണ്ട് വീഡിയോ എടുക്കാനുള്ള മനസ്സൊന്നും ഞാൻ ഇപ്പം കാട്ടിയില്ല. ഞാൻ അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടത് ഞാൻ കേട്ടതായിട്ടുള്ള വോയിസ് ഓവർ കയറ്റിയാണ് ഞാനാണ്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരാൾ അഭിമാനം വെറുതെ പോക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷെ എന്തായാലും എനിക്കിങ്ങനെ കണ്ട അനുഭവം പറയാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുക, ഏതായാലും ഞാൻ ഇത്ര നേരം നിന്നത് ഇങ്ങനത്തെ ഓരോ നാള് ചെങ്ങായിമാരൊപ്പം കണ്ട മാതിരത്തെ സീനിഞ്ഞു ഇതേമാതിരി ഇവിടെ അപ്പോൾ ഡെയിലി പതിവാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ആൾക്കാരും മൈൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂടൂലേ. കാരണം കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണുന്നത്. ഇവിടെ ക്ലോസ് ചെയ്യണ അവസ്ഥ ഇല്ല തോന്നുന്നുണ്ട്. കാരണം 24 ഹവറും ഓപ്പൺ ആയ ഡ്രസ് ഷോപ്പ് ഉണ്ട്, പിന്നെ ഹോട്ടലുകളുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട് 24 ഹവറുള്ള. അപ്പോൾ അവനാൻ്റെ പണിയെടുത്ത് ഇങ്ങനെ പോകണം. ഇവര് അവിടെ കിടന്ന് പോയണം, ആരും മൈൻഡ് ചെയ്യണമെന്നില്ല. ഞാൻ മാത്രം മൈൻഡ് ചെയ്തെന്നല്ലാതെ വേറൊരു കുട്ടിയെ നോക്കിക്കണമില്ല. ഓരോരുത്തരും ഇങ്ങനെ കണ്ട് ചിരിക്കുന്നുണ്ട്, അത് നോക്കി അത്ര തന്നെ ബസ്. പിന്നെ ഓരോ ഓട്ടോക്കാർ വന്നാണ്ട് ചിലവരെ കയറ്റുണ്ട്, വണ്ടിയിൽ ചെല്ലില്ലാതെ അങ്ങനെ കുറേ സീനുണ്ട്. കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആകെ അലമ്പാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓട്ടോക്കാരെ വിളിക്കുന്നത്. അത്ര തന്നെ വിളിച്ചു കൊടുക്കുക, അല്ലാതെ ആള് കൂടുന്നൊരു പ്രത്യേകത. അതാണ് ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാനിതൊക്കെ കണ്ടാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ എടാ ബാംഗ്ലൂർ വന്നാണ്ട് ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു അനുഭവം പറഞ്ഞെന്നുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബാംഗ്ലൂർ സെറ്റിൽ ആവാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ
കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഒരു അടച്ചൊതുങ്ങി ഇടക്ക് കേരളത്തിലൊക്കെ വരണം, നല്ല നല്ല കേരളത്തിൻ്റെതായിട്ടുള്ള പരിപാടിക്ക്, ഓണം അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ വരിക എന്നല്ലാതെ സ്ഥിരമായിട്ട് ബാംഗ്ലൂർ ആക്കിയാൽ അടിപൊളിയാകും. കാരണം ഇവിടെ ഫുള്ള് ഒരു മൈൻഡ് ബ്ലോയിങ് സിറ്റുവേഷൻസാണ്. ഓരോ കാഴ്ചകളായാലും നല്ല 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 പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ ജീവിച്ചു പോകാം നമുക്ക്. പക്ഷെ നല്ല എക്സ്പെൻസ് ആട്ടോ, അതിനനുസരിച്ച് കായുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ ഇവിടെ കീറും, ഷെഡ് കീറും എന്ന് പറഞ്ഞാൽ കീറും. കാരണം അമ്മാതിരി എക്സ്പെൻസ് ലൈഫ് ആലാണ് ജീവിക്കാൻ പോതെങ്കിൽ ഓക്കെ. ബാംഗ്ലൂരിൻ്റെ ഉറങ്ങാത്ത തെരുവുകൾ എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഞാൻ ആദ്യം ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിന്, ഈ പകല് നായ്ക്കൾ ഉറങ്ങും, രാത്രി മനുഷ്യന്മാരുറങ്ങും. രാത്രി നായ്ക്കൾ ഭയങ്കര സജീവമാണ്. 40 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചു ഓനെ വൈത്തല പോയാണ്ട് തള്ളിയിടുക, അങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട്. പക്ഷേ ഈ ചർച്ച് സ്ട്രീറ്റിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും ബാംഗ്ലൂരിലത്തെ ആരും ഉറങ്ങില്ല എന്ന്. കാരണം എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ നടക്കുക. നമ്മളെ മുട്ടായി തെരുവത്തമായിട്ടുള്ള മേലുള്ള ആ ലൈറ്റും. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ ക്യാമറ അല്ലേ, മൂപ്പര് എന്നും വീഡിയോ എടുക്കുമ്പോൾ ചുറ്റോടിയിട്ട് മഞ്ഞല്ല നമ്മൾ കാണാം. നല്ല ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുകയായിരിക്കില്ലേ. ആ ക്യാമറ ആയിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുത്താലും നല്ല സെറ്റാവും. കാരണം അമ്മാതിരി ക്ലിയറാണ്. ഇതിപ്പോൾ ഏത് ക്യാമറയിൽ എടുത്താലും നമുക്ക് ഫുൾ ടൈം ഏത് പബ്ബിൻ്റെ ലൈറ്റ് ആയാലും മേലെ അവിടെ ഫിറ്റ് ചെയ്ത ലൈറ്റ് ആയാലും ഓരോ ഷോപ്പിൻ്റെ ലൈറ്റ് ആയാലും നല്ല സുഖത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചർച്ച് സ്ട്രീറ്റിന് നല്ല പഴക്കമുണ്ട് കേട്ടോ. 1808 ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ചർച്ച് സ്ട്രീറ്റ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യനെ പീഞ്ഞു കൊണ്ടുപോയി ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ എപ്പോഴും ചർച്ച് സ്ട്രീറ്റ് എൻ്റെ നാട്ടിലുള്ള ഒരു മണ്ണൂരുള്ള അങ്ങാടി പോലെ മറ്റേ ഇതും ഹോട്ടലും അതും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് ഇങ്ങനെ കുറേ ഉപകാരം ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ യൂറോപ്യൻസ് വരുന്നുണ്ട്. ഓലെ പായിപ്പിച്ചതിൻ്റെ ശേഷം ഇവിടെ കുറേ ആൾക്കാർ സെറ്റിൽ ആയതുകൊണ്ട് ഓൽക്ക് അവിടെ വിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ യൂറോപ്യൻ കൾച്ചർ എന്നും നല്ല ഒരു സെറ്റ് സാധനമായതുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന് പോകണം. അങ്ങനെയാണ് ഈ ചർച്ച് സ്ട്രീറ്റ് ഇങ്ങനെ വളർന്ന് വന്നത്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, 1808 ഇവിടെ യൂറോപ്യൻസിൻ്റെ ഒരു ചെറിയൊരു മാർക്കറ്റായി തുടങ്ങി. പിന്നെ വലുതായാണ്ടാണ് പിന്നെ ചർച്ച് സ്ട്രീറ്റിൻ്റെ വലിയൊരു മോഡൽ പോലെ ആയത്. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ ഇങ്ങനെ ആളുടെ ആളാവട്ടെ, നമുക്ക് 1808 ഉണ്ടാക്കി ചർച്ച് സ്ട്രീറ്റിൽ ഒന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞാണ്ട് സംഭവമാവാം. നിങ്ങളെ ആളായിക്കോളൂ, അക്കൊരു കുഴപ്പമില്ല. കാരണം ഇനി ആരെയും തെളിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചാണ് കാണിച്ചു കൊടുക്കുക. ഗൂഗിളിന് അറിയാത്ത എന്താ സംഭവം ഉള്ളത്. സത്യത്തിൽ നമ്മളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു സ്ഥലം കാണാൻ പോവുക, എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ചരിത്രം പഠിക്കണം. എന്നിട്ട് ചരിത്രം അങ്ങനെ ഫുള്ള് പഠിച്ചിട്ട് ആയിക്കോടെ നടക്കുമ്പോൾ ഒരു ഫീൽ. അപ്പം എനിക്ക് ഇങ്ങനെ എന്താ ഫീൽ എന്ന് അറിയാം, 1808 അന്ന് ഉണ്ടാക്കിയ ഭൂമി കൂടെ അന്നുണ്ടാക്കിയ ഈ മാർക്കറ്റ് ഇന്ന് വരെ നിലനിന്ന് ആയിക്കൂടാണല്ലോ ഞാൻ ഇപ്പം ഇങ്ങനെ നടന്നോണ്. ഇത്രമാതിരി ഭൂകമ്പം വന്നു, എന്നിട്ടൊന്നും ഇത് പൊളിഞ്ഞില്ലല്ലോ, എന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടല്ലോ ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കാഴ്ചകൾ കാണുക, മാർക്കറ്റ് കാണുക, അപ്പോൾ വേറൊരു മൂടൻ കേട്ടോ. അങ്ങനെ ഓരോ ദിവസം കണ്ടുനോക്കിയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഒറ്റക്കൊക്കെ പോയിട്ട് ഈ വീഡിയോ മുഴുവൻ എടുത്ത് നിങ്ങൾ ഫുള്ള് കാണാതെ പോയല്ലേ. ഇപ്പം ഞാനിട്ട് ഈ ചർച്ച് സ്ട്രീറ്റിൻ്റെ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേമാതിരി ഏതെങ്കിലും സിറ്റിയോ ഏതെങ്കിലും പ്ലേസിൻ്റെ വീഡിയോ വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളെ വീഡിയോ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇൻസ്റ്റയിലായിട്ടോ യൂട്യൂബിലായിട്ടോ മെസ്സേജ് അയക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ഇനി എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ബാംഗ്ലൂർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇനി അടുത്ത എന്താ വെച്ചാൽ കൊർമംഗലയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കൊർമംഗലയുടെ നല്ലൊരു കിണ്ണം വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.